രാഗിണിക്കൊക്കെ പ്രത്യേക നന്ദി. അപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരെ ഏകദേശം എത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ കൂടി വരാനുണ്ട്. എല്ലാവരും എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ നമ്മൾ മുഹമ്മദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മുഹമ്മദിനും സുഖമില്ലാത്തതാണ്. അപ്പോൾ മുഹമ്മദും ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം. നമ്മളെ സന്തോഷം പങ്കുവെക്കാൻ കുറച്ച് കൊച്ചുമക്കൾ, നമ്മളെല്ലാം കൊച്ചുമക്കളല്ലേ, ഇവരെല്ലാം കൊച്ചുമക്കളും പിന്നെ അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളെ എല്ലാവർക്കും സ്നേഹസ്വാഗതം. അവരിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥന ഗാനം ഇവിടെ വന്ന് പാടുകയാണെങ്കിൽ വളരെ സന്തോഷം. ആരാ വരുവാ? ആരെങ്കിലും വരുവാ? വാ നിങ്ങൾ പിന്നെ ഇത് ഏടുന്ന ഇപ്പം പാടുവാ. വേം വാ, ഇവിടെ വന്നിട്ട് പാടും. ഇല്ല പിന്നെ ഞങ്ങളീ ഭൂമിയിൽ ആലംബമായുള്ള തമ്പുരാനെ, വിശ്വം ചമച്ചും ഭരിച്ചും വിളങ്ങുന്ന വിശ്വൈക സാക്ഷിയെ കൈതൊഴുന്നേ. അനുസ്മരണം നമ്മളെ വിട്ടുപോയ നമ്മളുടെ പ്രിയപ്പെട്ട സഹപാഠി രാധാകൃഷ്ണൻ്റെ വേർപാടിൽ നമുക്കൊരു നിമിഷം എല്ലാവർക്കും മൗനമായി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളെ രണ്ട് കൂട്ടുകാരികൾ കൂടി പേരായിരിക്കും ഓർമ്മയൊന്നുമില്ല. എന്താ പറയാ, എല്ലാവർക്കും കിട്ടുന്നതെന്നല്ലല്ലോ, ഒരുപാട് കഷ്ടപ്പാടുള്ളൊരു ഇതാണ്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എനിക്ക് പറഞ്ഞതിൽ തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ഏതായാലും അപ്പോൾ അവരെയൊക്കെ മനസ്സ് നിറഞ്ഞ് നമ്മളെല്ലാവരും കൂടി അഭിനയിക്കണം. വലിയൊരു കയ്യടി അവിടെ. അപ്പോൾ അതിൻ്റെ ചിലവ് ചിലപ്പോൾ ഇന്ന് രാഗിണീൻ്റെ വക ഉണ്ടാകുന്ന പറഞ്ഞില്ല, ഒന്നും കൊണ്ടുവന്നിട്ടൊന്നും കാണുന്നില്ല. ഉണ്ടാകുമ്പോൾ അല്ല ഇന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് പരിചയപ്പെട്ടു ഇരുന്നു. ഇവിടെ ഒന്നും പറയില്ലേ? ഇല്ലേ? അതാണല്ലേ. അപ്പോൾ വാ, അതുകൊണ്ട് രാഗിണീനെ തന്നെ ആദ്യം വിളിക്കാം. പറയുന്നുണ്ട്, ജോലിയൊന്നും ആയില്ല. ഇവര് വലിയതായിട്ട് പറയുമ്പോൾ എനിക്കും വലിയതായിട്ട് തോന്നുന്നത്. സന്തോഷമുണ്ട്, വളരെ സന്തോഷം എല്ലാവരും ഇങ്ങനെ പറയുന്നത്. സന്തോഷ സൂചകമായിട്ട് എല്ലാവരും ഹലോ. ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രാധാകൃഷ്ണൻ നമ്മളെ വിട്ടുപോയതിനു ശേഷം രാധാകൃഷ്ണൻ്റെ ഒരു അനുസ്മരണ പരിപാടി നടത്തണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് നടത്താൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ സംഗമം രാധാകൃഷ്ണൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ശരിക്കും രാധാകൃഷ്ണൻ നമ്മളെ വിട്ടുപോയതിൻ്റെ അതിൻ്റെ ശരിയായ നമ്മൾ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നേരത്തെ നടന്ന എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നതിലും അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും രാധാകൃഷ്ണൻ വഹിച്ച പങ്ക് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ഇന്നത്തെ ദിവസം നമ്മൾ രാധാകൃഷ്ണന് സമർപ്പിക്കുകയാണ്. അടുത്ത ആളൊന്ന് പറഞ്ഞോളൂ. ഹലോ, ഞാൻ മധുസൂദനൻ 10 ക്ലാസ്സിലായിരുന്നു. കുറേ ആൾക്കാർ എൻ്റെ കൂടെയുള്ളവർ 10 ക്ലാസ്സിലുള്ളവർ കുറേ ആൾക്കാരുണ്ട്. ബാക്കി സിയിലും ഡിയിലുള്ളവരും നമുക്ക് ഓർമ്മയില്ല. കുറേ ആൾക്ക് പുതുമുഖങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ജോലി എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഓടിക്കലാണ് ഇപ്പോൾ നിലവിൽ. പിന്നെ അത്യാവശ്യം കല്യാണ പരിപാടിക്ക് സദ്യ വെക്കാനുള്ള അങ്ങനെ പോക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചാളായിട്ട് പോക്കില്ല. ജീവിതം പ്രശ്നമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. എട്ടാൾ പോരി പരിചയപ്പെടാനുള്ളതെന്ന് വെച്ചാൽ. എല്ലാവർക്കും നമസ്കാരം. രാധാകൃഷ്ണൻ അപ്പോൾ അവൻ്റെ ഒരു നിലനിർത്തി മനസ്സിലായിട്ട് നമുക്ക് ഈ പരിപാടി നടത്തുന്നുണ്ടെങ്കിലും അവൻ്റെ എല്ലാവിധ ശ്രമങ്ങളും നേർന്നുകൊണ്ട് നമ്മുടെ പരിപാടി നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എൻ്റെ പേര് രഘു. ഞാൻ അടവപ്പുറത്ത് താമസിക്കുന്നു. ഒരു ഭാര്യ, 2 കുട്ടികൾ. മൂത്തമോൻ +1, രണ്ടാമത്തെ കുട്ടി 4ാം ക്ലാസ്സിലാണ്. ഞാനിപ്പോൾ ഷോപ്പ് നടത്തുന്നത് സോളാറിൻ്റെ ഷോപ്പാണ്. കണ്ണിയാറുവിലും ശ്രീകണ്ഠപുരത്തും 2 ഷോപ്പാണ്. കടഞ്ഞ കമ്പനി ഫ്രാൻ ബസ്സിയാണ്. അടുത്ത മാസം നടുവിൽ ഒന്ന് ഓപ്പണാക്കുന്നുണ്ട്. അപ്പോൾ നല്ല അപ്പോൾ എല്ലാവരും അനുഗ്രഹം ആവശ്യമുള്ളതുകൊണ്ടാണ്. സോളാറിന് ഇൻവെർട്ടറിന് ബാറ്ററി പന്ത്രണ്ടാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഏടുന്ന് കൊടുക്കുന്നതിനേക്കാൾ വില കുറച്ചിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്നൊക്കെ എല്ലാവരും കുറേ സംസാരിക്കുന്നു. കൂടുതലും പറയാം. ഞാൻ പാവന്നൂർ 10ാം മൈലാണ് താമസിക്കുന്നത്. 2 മക്കളുണ്ടായിരുന്നു. ഒരു മകൻ 23 വയസ്സിൽ പോകുന്നു. ഇനി ഒരു മകനുണ്ട്. നമുക്കെല്ലാം ഒരുപാട് നഷ്ടങ്ങൾ ഒരാൾക്കും വ്യക്തിപരമായിട്ടുണ്ടാവും. അതെല്ലാം എല്ലാവർക്കും ഏതായാലും ഒരുപാട് നമ്മളെയൊക്കെ
സങ്കടം. പക്ഷെ എന്നാലും നമ്മൾ ഇപ്പോൾ അതൊക്കെ കുറച്ച് സമയം മാറ്റി വെക്കുക. എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങളുള്ളവരില്ലേ അല്ലേ? അപ്പോൾ അത് ഒക്കെ തരണം ചെയ്തിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ പലരും. കാരണം നമ്മളുടെ പ്രായമൊക്കെ ഏകദേശം അതായി. ഞാൻ എൻ്റെ 2 മക്കളാണ് എനിക്കുള്ളത്. ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞില്ല. പിന്നെ രഘു പറഞ്ഞ പോലെ ഒരു ഭാര്യയും 2 മക്കളും. മൂത്താളിപ്പോൾ ഒരു കൊല്ലമായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട്. മോളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് SSCൻ്റെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അല്ല അതിൻ്റെയൊക്കെ മൂത്ത മോനുണ്ട്. ആ കുട്ടികളെല്ലാം വന്ന് പരിചയപ്പെടണം ആദ്യം. ബാ, നിങ്ങളൊന്നും നാടകം എല്ലാവരും ബാ, കുട്ടികളെല്ലാവരും ഇവിടെ വന്നാ ബാ എല്ലാവരും ബാ, ഇറങ്ങി. മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, മോള് സിവിൽ എഞ്ചിനീയറാണ്, മോൻ്റെ ഭാര്യ ഡോക്ടറാണ്, PG ചെയ്യുന്നു ഇപ്പോൾ. കാസർഗോഡെന്നല്ല, മോളെ ഭർത്താവ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്. എല്ലാവരും നല്ല സുഖമായിട്ട് ജീവിക്കട്ടെ. പുറത്താണ്, ഞാൻ ഭർത്താവ് മാത്രമേ നാട്ടിൽ. ശരി അറിയാതാരും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയിക്കും, ബാച്ചിന്ന് വിളിക്കും, എന്നാലും എനിക്ക് തിരിയും. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിച്ചിന്. ഇപ്പം താമസിക്കുന്നത് ചൂളിയാടാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞു. മൂത്ത മോക്ക് ഇപ്പോൾ PSC ചെയ്തിട്ട് പഞ്ചായത്ത് ജോലി കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ മോക്ക് ജോലി കിട്ടി മറ്റൊരു കോളേജിലാണ് പഠിപ്പിക്കുന്നത്. എനിക്ക് 2 ഓരോ കുട്ടികളുണ്ട്. മൂത്ത മോള് കുട്ടിയാണ് എൻ്റെ ഇപ്പം വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ കുൽപ്പടിക്കല പോകുന്നതാണ് ആദ്യം. ഇപ്പം പോലെയുണ്ട് അതേപോലെ തന്നെ കുരുത്തക്കേട് ഇപ്പോൾ ഇല്ലാണ്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാൽ അതിന് മറുപടി ഇപ്പോൾ പറയുന്നുണ്ട്. അന്നത്തെ അപ്പം തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്, പറയാണ്ടിരിക്കുന്നു. നമ്മളെ കോട്ടം മാറുന്നില്ല. അതൊക്കെ ആകുന്നത്തോളം ഞാൻ അങ്ങനെ പറയും. അത്ര എനിക്ക് പറയാൻ പറ്റില്ല. ആ ഓട്ടോ ഞാൻ ഇപ്പോൾ കൊണ്ടു നടക്കലുണ്ട്. കുടുംബശ്രീയുടെ കാര്യത്തിൽ കൊണ്ടു നടക്കലുണ്ട്. ഇന്നത്തെ സ്കൂളിൽ ഞാൻ പഠിച്ചത് ഞാൻ എടി കുത്തുന്നു. അന്നത്തെ മാഷന്മാരൊന്നും അനുഭവിച്ചത് അവർ വേണ്ടിക്ക് പഠിച്ചോ വേണ്ടി കൊടുക്കോ തന്നെ വല്ല ക്ലാസ്സിൽ വന്ന് പോകുന്നില്ലേ. ഇന്നത്തെ അങ്ങനെയല്ല. ഇന്നത്തെ മാഷന്മാർ വന്നാൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പോയി കഴിവുണ്ടെങ്കിൽ അതിനെ പൊതിച്ച് കൊണ്ടുപോയിട്ട് കഴിവില്ലാത്തവരാണ് അവർ പൈസ എടുത്തിട്ട് ആ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ആക്കിയിട്ട് കൊണ്ടുപോയി. അന്നത്തെ മാഷന്മാർക്ക് ശമ്പളം മേടിക്കണം പോകുന്നത് മാത്രമേ പഠിച്ചോ പഠിച്ചില്ല ഒന്നും ചിന്തിയൊന്നും ഉണ്ടായില്ല. ഇന്നങ്ങനെയല്ല. ഞാൻ എൻ്റെ മോളെ ഭയങ്കര ചെറിയൊരു മധുരം കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും തരാം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അച്ഛൻ, അമ്മ, ഏച്ചി എന്നിവരാണുള്ളത്. ഏച്ചി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ വെല്ലുമേലെ പേര് വന്ന് ശാന്ത. ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. 9ാം ക്ലാസ്സിലാണ്. ശാന്തന്റെ മോളാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ അമ്മമ്മേൻ്റെ പേര് വിദ്യാർത്ഥി. പിന്നെ ഒരു സാറിന് വേണ്ടിയുള്ള ജീവനക്കാരനായിരുന്നു. റിട്ടയർ ചെയ്തു. ഈ മെയിലാണ് തിരിഞ്ഞത്. ഇപ്പോൾ ഒരു കച്ചവടം പിന്നെ ഒരു RCM ബിസിനസ് ചെയ്യുന്നുണ്ട്. 2 മക്കളാണ്, ഒരാണ് ഒരു പെണ്ണ്. മോൻ ഡിഗ്രി കഴിഞ്ഞു, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ PSC കോച്ചിങ്ങിന് പോകുന്നു. മോള് ചെറുതാണ്, 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ഇത്രയും പറയാനുള്ളത്. പിന്നെ പുതിയ ആൾക്കാർ, ഭാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വേറെ പുതിയ ആൾക്കാർ വന്ന് ചെറിയൊരു മോനുണ്ട് നമ്മളെ കൂട്ടത്തിൽ. എല്ലാവരും കൊച്ചുമക്കളായ സമയത്ത് അവർക്ക് മോനാണ്. അവനൊരു പാട്ട് പാടും. നമ്മളെ നാട്ടുകാരും കൂടിയാണ് ഓന് പരിചയപ്പെടും. എൻ്റെ പേര് ശബരി. ഞാൻ ബ്ലാത്തൂർ നാട്ടിലാണ് ജീവിക്കുന്നത്. എൻ്റെ അമ്മേൻ്റെ പേര് ലക്ഷ്മി, അച്ഛൻ്റെ പേര് ദാമോദരൻ. ഞാൻ എൻ്റെ അമ്മേൻ്റെ അപ്പഴാണ് ഇവിടെ വന്നത്. എൻ്റെ പേര് സീത. ഞാൻ പെരേശ്വർ നിൽക്കുന്നത്. എനിക്കൊരു മോനാണ്. 2 ആളുണ്ടായിരുന്നു, ഒരാൾ പോയതാണ്. ഒരു മോനാണ്. അവൻ പൂനെയിൽ മറ്റേ ലുമാക്സ് കമ്പനിയിൽ മാനേജറായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നത്. മോനൊരു കുട്ടിയുണ്ട്. ഭാര്യയും പൂനെയിൽ തന്നെയാണ്, മലയാളിയാണ്. പിന്നെ എന്താ പറയുന്നത്, അതുകൊണ്ട് കച്ചവടത്തിന് പോകുന്നുണ്ട്, പീടിയെ പോകുന്നുണ്ട്. പിന്നെ ഭർത്താവ് കൂലിപ്പണിയാണ്. നമ്മൾ 2 ആൾ മാത്രമേ ഇപ്പം വീട്ടിലുള്ളൂ. പിന്നെ സുഖമായിട്ടാണ് പോകുന്നു, കുഴപ്പമില്ല. ഞാൻ 10th ഡിയിലായിരുന്നു പഠിച്ചിരുന്നത്. 2 മക്കള്. മോൻ ബജാജിൻ്റെ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നത്, മോള് റെയിൽവേ RMSൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കൊച്ചു കുട്ടിയും കൂടിയുണ്ട് മോളെ. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വേർപാടിൽ എല്ലാവരും പങ്കെടുത്ത് എന്നെ ആശ്വസിപ്പിച്ച എല്ലാവർക്കും ഇതിനപ്പുറം നന്ദി.
പയ്യാകരട്ട് മണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 2 ആമക്കളാണ്. മൂത്ത മകൻ ബിടെക് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഒരു അമേരിക്കൻ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ PSC പഠിക്കുന്നു. പോലീസിൻ്റെ ലിസ്റ്റ് കയറിയിട്ടുണ്ട് ഇപ്പം. ഇത്രയേ ഉള്ളൂ പറയാൻ. ഏപ്രിൽ 26-ന് കല്യാണം നിശ്ചയിച്ചത്. പക്ഷേ ഇതിൽ ഓഡിറ്റോറിയം ആയില്ല. ഈ പരിവർത്തന ഓഡിറ്റോറിയം ഉണ്ട്, അത് ചോദിച്ചിട്ടുണ്ട് ഈ കുട്ടാവിൽ. അത് ഫിക്സ് ആയില്ല. അതിനുശേഷം എല്ലാവരും പറയും. മുഹമ്മദ് കൈക്ക് സുഖമില്ല ഈ പറഞ്ഞത്. അപ്പോൾ മുഹമ്മദ് ഉണ്ട്, നമ്മളെ പ്രിയപ്പെട്ട പുരുഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കൊരു കൂട്ടായ്മ നമ്മുടെ പഴയ ഓർമ്മകൾ നിലനിർത്താൻ അത്യാവശ്യം നൃത്തം വഹിച്ചുകൊണ്ടിരുന്ന പലരും ചില പ്രയാസത്തിലൊക്കെ ആയി. നമ്മുടെ കൂടെ കഴിഞ്ഞ തവണ ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം ശ്രമിച്ച ഇങ്ങനൊരു സംഗമം നമ്മളെ വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിൻ്റെ തുടക്കം കുറിച്ച രാധാകൃഷ്ണൻ നമ്മുടെ കൂടെ ഇപ്പോഴില്ല. അതുപോലെ തന്നെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു അപകടത്തിൽപ്പെട്ടുള്ള പരിക്ക്, അതുപോലെ രാജന്, അങ്ങനെ മിക്കവാറും നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഓരോ പ്രയാസത്തിൻ്റെ ഇടയിലാണ്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മുടെ മനസ്സ് എന്ത് പ്രയാസം ഉണ്ടായാലും സമ്മതിക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥികളായ നമ്മളുടെ ഒത്തൊരുമ തന്നെയാണ്. അതുകൊണ്ടാണ് എന്തുണ്ടായാലും ഇവിടെ നിന്ന് ഞാൻ വന്നിട്ട് പോകുമെന്ന് രഘുത്തമനെ അറിയിക്കാൻ കാരണം നമുക്കിത് നമ്മളുള്ള കാലത്തോളം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയണം. അതിനെല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ സംഗമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക. MBAയിലാണ് പഠിച്ചത്. എൻ്റെ പേര് പ്രീത. പിന്നെ എനിക്ക് 2 മക്കളാണ്. മൂത്തത് മോള് കല്യാണം കഴിഞ്ഞു. മോള് MBBS കഴിഞ്ഞ് PG ചെയ്യുന്നു. മോൻ MBBS കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇൻറ്റേൺഷിപ്പാണ്. എൻ്റെ ഭർത്താവ് ഒരു അധ്യാപകനായിരുന്നു, ഇപ്പോൾ റിട്ടയർഡാണ്. ഞാൻ അടുക്കള ടീച്ചറ്. പിന്നെ ഇക്കലെ റിട്ടയർഡ് ആയത് ഇപ്പോൾ ഒരാൾ എത്തിയിട്ടുണ്ട്. റിട്ടയർഡ് SI നമ്മളെ വേണു. നമ്മളല്ലേ ഇപ്പോൾ ചെറുപ്പമാണ്, നമുക്കൊന്നും റിട്ടയർമെന്റ് ഇല്ല. അത് അപ്പോൾ വീണു വാ, മറ്റുള്ളവരുടെ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ലേറ്റായി പോയി ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. വളരെ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ ഈ ജനുവരിയിൽ റിട്ടയറായി. ഇപ്പോൾ താമസം പനത്താം പറമ്പിലാണ് താമസം. 2 മക്കളുണ്ട്. ഒരാൾ PG മകളാണ്, അവൾ PGക്ക് കർണാടകയിൽ പഠിക്കുന്നു. മകൻ BTech ജർമ്മനിയിലാണ്. ഇപ്പം ഒരു കൊല്ലം വീട്ടിൽ. പിന്നെ ഭാര്യ ജോലിയില്ല, BEd കഴിഞ്ഞെങ്കിലും അടുക്കള പണി മാത്രമേ ഉള്ളൂ. വേറെ ഇങ്ങനെ എല്ലാവരും കണ്ടത് സന്തോഷം പറയാൻ. ഓക്കെ, എല്ലാവർക്കും അറിയപ്പെടും. നമസ്കാരം. കതിർപ്പാൽമണികൾ കനവാർന്നതില്ലേ, മതകൂജനമാർന്നിടത്താക്കളില്ലേ, മാതളങ്ങൾ കളിച്ചൂടിയില്ലേ, കതിർപ്പാൽമണികൾ കനവാർന്നതില്ലേ, മതകൂജനമാർന്നിടത്താക്കളില്ലേ, പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാൻ കുളിർ ചൂടി വരാൻ, പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർത്തന്നുകുളം പോൽ. ഹലോ, ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രാധാകൃഷ്ണൻ നമ്മളെ വിട്ടുപോയതിനു ശേഷം രാധാകൃഷ്ണൻ ഒരു അനുസ്മരണ പരിപാടി നടത്തണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും നമുക്കത് നടത്താൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ സംഗമം രാധാകൃഷ്ണൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ശരിക്കും രാധാകൃഷ്ണൻ നമ്മളെ വിട്ടുപോയതിൻ്റെ അതിൻ്റെ ശരിയായ നമ്മൾ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നേരത്തെ നടന്ന എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നതിലും അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും രാധാകൃഷ്ണൻ വഹിച്ച പങ്ക് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ഇന്നത്തെ ദിവസം നമ്മൾ രാധാകൃഷ്ണന് സമർപ്പിക്കുകയാണ്. അടുത്ത ആളൊന്ന് പറഞ്ഞോളൂ. ഹലോ.
ഞാൻ മധുസൂദനൻ 10 ക്ലാസ്സിലായിരുന്നു. കുറേ ആൾക്കാർ എൻ്റെ കൂടെയുള്ളവർ 10 ക്ലാസ്സിലുള്ളവർ കുറേ ആൾക്കാരുണ്ട്. ബാക്കി സിയിലും ഡിയിലുള്ളവരും നമുക്ക് ഓർമ്മയില്ല. കുറേ ആൾക്ക് പുതുമുഖങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ജോലി എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഓടിക്കലാണ് ഇപ്പോൾ നിലവിൽ. പിന്നെ അത്യാവശ്യം കല്യാണ പരിപാടിക്ക് സദ്യ വെക്കാനുള്ള അങ്ങനെ പോക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചാളായിട്ട് പോക്കില്ല. ജീവിതം പ്രശ്നമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ആൾ പോരി പരിചയപ്പെടാൻ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ അവൻ്റെ ഒരു നിരാണത്തിൽ മനസ്സിലായിട്ട് നമുക്ക് ഈ പരിപാടി നടത്തുന്നുണ്ടെങ്കിലും അവൻ്റെ എല്ലാവിധ ശ്രമങ്ങളും നേർന്നുകൊണ്ട് നമ്മുടെ പരിപാടി നല്ല രീതിയിൽ തന്നെ നടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എൻ്റെ പേര് രഘു. ഞാൻ അടവപ്പുറത്ത് താമസിക്കുന്നു. ഒരു ഭാര്യ, 2 കുട്ടികൾ. മൂത്തമോൻ +1, രണ്ടാമത്തെ കുട്ടി 4ാം ക്ലാസ്സിലാണ്. ഞാനിപ്പോൾ ഷോപ്പ് നടത്തുന്നത് സോളാറിൻ്റെ ഷോപ്പാണ്. കണിയാറുവിലും ശ്രീകണ്ഠപുരത്തും ഷോപ്പാണ്. കൈവാടങ്ങ് കമ്പനി ബസ്സിയാണ്. അടുത്ത മാസം നടുവിൽ ഒന്ന് ഓപ്പണാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അനുഗ്രഹം ആവശ്യമുണ്ടാകൊണ്ടാണ്. സോളാറിന് ഇൻവെർട്ടറിന് ബാറ്ററി പന്ത്രണ്ടാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഏടുന്ന് കൊടുക്കുന്നതിനേക്കാൾ വില കൊടുത്തിട്ട് ഞാൻ തരുന്നതായിരിക്കും. എനിക്ക് എല്ലാവരും കുറേ സംസാരിക്കുന്നു. കൂടുതലും പറയാം. SLC അന്ന് B ക്ലാസ്സിലായിരുന്നു. ഞാൻ പാവൻ്റെ ഒരു 10ാം മൈലാണ് താമസിക്കുന്നത്. 2 മക്കളുണ്ടായിരുന്നു. ഒരു മകൻ 23 വയസ്സിൽ പോകും. ഇനി ഒരു മകനുണ്ട്. നമുക്കെല്ലാം ഒരുപാട് നഷ്ടങ്ങൾ ഒരാൾക്കും വ്യക്തിപരമായിട്ടുണ്ടാവും. അതെല്ലാം എല്ലാവർക്കും ഏതായാലും ഒരുപാട് നമ്മളൊക്കെ സങ്കടം. പക്ഷെ എന്നാലും നമ്മൾ ഇപ്പോൾ അതൊക്കെ കുറച്ച് സമയം മാറ്റി വെക്കുക. എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങളുള്ളവരില്ലേ അല്ലേ? അപ്പോൾ അത് ഒക്കെ തരണം ചെയ്തിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ പലരും. കാരണം നമ്മളുടെ പ്രായമൊക്കെ ഏകദേശം അതായി. ഞാൻ എൻ്റെ 2 മക്കളാണ് എനിക്കുള്ളത്. ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞില്ല. പിന്നെ രഘു പറഞ്ഞ പോലെ ഒരു ഭാര്യയും 2 മക്കളും. മൂത്താളിപ്പോൾ ഒരു കൊല്ലമായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട്. മോളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് SSCൻ്റെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അല്ല അതിൻ്റെയൊക്കെ മൂത്ത മോനുണ്ട്. ആ കുട്ടികളെല്ലാം വന്ന് പരിചയപ്പെടണം. ആദ്യം നിങ്ങളൊന്നും നാടകം എല്ലാവരും കുട്ടികളെല്ലാവരും ഇവിടെ വന്നാ എല്ലാവരും ഇറങ്ങി. മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. മോള് സിവിൽ എഞ്ചിനീയറാണ്. മോൻ്റെ ഭാര്യ ഡോക്ടറാണ്. PG ചെയ്യുന്നു. ഇപ്പോൾ കാസർഗോഡ് മോളെ ഭർത്താവ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്. എല്ലാവരും നല്ല സുഖമായിട്ട് ജീവിക്കട്ടെ. പുറത്താണ്. ഞാൻ ഭർത്താവ് മാത്രമേ നാട്ടിൽ. ശരി അറിയാതാരും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയിക്കും. ബാച്ചിന്ന് വിളിക്കും. എന്നാലും എനിക്ക് തിരിയും. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിച്ചിന്. ഇപ്പം താമസിക്കുന്നത് ചൂളിയാടാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. 2 കല്യാണം കഴിഞ്ഞു. മൂത്ത മോക്ക് ഇപ്പോൾ PSC ചെയ്തിട്ട് പഞ്ചായത്ത് ജോലി കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ മോക്ക് ജോലി കിട്ടി മറ്റൊരു കോളേജിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് ഓരോ കുട്ടികളുണ്ട്. മൂത്ത മോള് കുട്ടിയാണ് എൻ്റെ ഇപ്പം വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ കുൽപ്പടിക്കലും പോകുന്നതാണ് ആദ്യം. ഇപ്പം പോലെയുണ്ട്. അതേപോലെ തന്നെ കുരുത്തക്കേട് ഇപ്പോൾ ഇല്ലാണ്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോകുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അതിന് മറുപടി ഇപ്പോൾ പറയുന്നുണ്ട്. അന്നത്തെ അപ്പം തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. പറയാണ്ടിരിക്കുന്നു. നമ്മളും കോട്ടം മാറുന്നില്ല. അതൊക്കെ ആകുന്നത്തോളം ഞാനങ്ങനെ പറയും. അത്ര എനിക്ക് പറയാൻ പറ്റില്ല. ആ ഓട്ടോ ഞാൻ ഇപ്പോൾ കൊണ്ടു കിടക്കലുണ്ട്. കുടുംബശ്രീൻ്റെ കാര്യത്തിൽ കൊണ്ടു കിടക്കലുണ്ട്. ഇന്നത്തെ സ്കൂൾ അങ്ങനെ ഞാൻ പഠിച്ചത് ഞാൻ എടി കുത്തിന്. അന്നത്തെ മാഷന്മാരൊന്നും അനുഭവിച്ചത് അവർ വേണ്ടിക്ക് പഠിച്ച വേണ്ടിക്ക് ഓടിക്കുമെന്ന് തന്നെ വല്ല ക്ലാസ്സിൽ വന്ന് പോകുന്നില്ലേ. ഇന്നത്തെ അങ്ങനെ ഇന്നത്തെ മാഷന്മാർ വന്നാൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ ചോദിച്ച് കൊണ്ടുപോയിട്ട് കഴിവില്ലാത്തവരാണ് അവർ പൈസ എടുത്തിട്ട് ആ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ആക്കിയിട്ട് കൊണ്ടുപോയി. അന്നത്തെ മാഷന്മാർക്ക് ശമ്പളം മേടിക്കണം പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പഠിച്ചോ പഠിച്ചില്ലൊന്നും ചിന്തിയൊന്നും ഉണ്ടായില്ല. ഇന്നങ്ങനെയല്ല. ഞാൻ എൻ്റെ മോളെ ഭയങ്കര ചെറിയൊരു മധുരം കൊണ്ടിട്ടുണ്ട്. എല്ലാവർക്കും തരാം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അച്ഛൻ, അമ്മ, ചേച്ചി എന്നിവരാണുള്ളത്. ചേച്ചി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ വെല്ലുമേലെ പേര് വന്ന് ശാന്ത. വലിയൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. 9ാം ക്ലാസ്സിലാണ്. ശാന്തയുടെ മോളാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ അമ്മമ്മേൻ്റെ പേര് രാത്രി. എൻ്റെ
പിന്നെ ഒരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനായിരുന്നു, റിട്ടയർ ചെയ്തു. ഈ മെയിലാണ് പിരിഞ്ഞത്. ഇപ്പോൾ ഒരു കച്ചവടം പിന്നെ ഒരു RCM ബിസിനസ് ചെയ്യുന്നുണ്ട്. 2 മക്കളാണ്, ഒരാണ് ഒരു പെണ്ണ്. മോൻ ഡിഗ്രി കഴിഞ്ഞു, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ PSC കോച്ചിങ്ങിന് പോകുന്നു. മോള് ചെറുതാണ്, ഇപ്പോൾ 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ഇത്രേ പറയാനുള്ളത്. പിന്നെ പുതിയ ആൾക്കാർ, ഭാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വേറെ പുതിയ ആൾക്കാർ വന്ന് ചെറിയൊരു മോനുണ്ട് നമ്മളെ കൂട്ടത്തിൽ. എല്ലാവരും കൊച്ചുമക്കളായ സമയത്ത് ഒക്കെ മോനാണ്. അവനൊരു പാട്ട് പാടും. നമ്മളെ നാട്ടുകാരും കൂടിയാണ് ഓന് പരിചയപ്പെടും. എൻ്റെ പേര് ശബരി. ഞാൻ ബ്ലാത്തൂർ നാട്ടിലാണ് ജീവിക്കുന്നത്. എൻ്റെ അമ്മേൻ്റെ പേര് ലക്ഷ്മി, അച്ഛൻ്റെ പേര് ദാമോദരൻ. ഞാൻ എൻ്റെ അമ്മേൻ്റെ ഒപ്പമാണ് ഇവിടെ വന്നത്. എൻ്റെ പേര് സീത. ഞാൻ പെരേശ്വർ നിൽക്കുന്നത്. എനിക്കൊരു മോനാണ്, 2 ആളുണ്ടായിരുന്നു, ഒരാൾ പോയതാണ്. ഒരു മോനാണ്, അവൻ പൂനെയിൽ മറ്റേ ലുമാക്സ് കമ്പനിയിൽ മാനേജറായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നത്. മോനൊരു കുട്ടിയുണ്ട്, ഭാര്യയും പൂനെയിൽ തന്നെയാണ്, മലയാളിയാണ്. പിന്നെ എന്താ പറയുന്നത്, അതുകൊണ്ട് കച്ചവടത്തിന് പോകുന്നുണ്ട്, പീടിയെ പോകുന്നുണ്ട്. പിന്നെ ഭർത്താവ് കൂലിപ്പണിയാണ്. നമ്മൾ 2 ആൾ മാത്രമേ ഇപ്പം വീട്ടിലുള്ളൂ. പിന്നെ സുഖമായിട്ടൊന്നും പോകും, കുഴപ്പമില്ല. ഞാൻ 10th ഡിയിലായിരുന്നു പഠിച്ചിരുന്നത്. 2 മക്കള്. മോൻ ബജാജിൻ്റെ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നത്, മോള് റെയിൽവേ RMSൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കുട്ടിയും കൂടിയുണ്ട്, മോളെ. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വേർപാടിൽ എല്ലാവരും പങ്കെടുത്ത് എന്നെ ആശ്വസിപ്പിച്ച എല്ലാവർക്കും ഇതിനപ്പുറം നന്ദി. പയ്യാകരട്ട് മണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 2 ആമക്കളാണ്. മൂത്ത മകൻ BTech കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഒരു അമേരിക്കൻ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോലി ചെയ്യുന്നു. 2ാമത്തെ മകൻ PSC പഠിക്കുന്നു. പോലീസിൻ്റെ ലിസ്റ്റ് കയറിയിട്ടുണ്ട്. ഇപ്പം ഇത്രേ ഉള്ളൂ പറയാം. ഏപ്രിൽ 26-ന് കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഓഡിറ്റോറിയം ആയില്ല. ഈ പരിവർത്തനം ഓഡിറ്റോറിയം ഉണ്ട്, അത് ചോദിച്ചിട്ടുണ്ട് ഈ കുട്ടാവിൽ. അത് ഫിക്സ് ആയില്ല. അതിനുശേഷം എല്ലാവരും പറയും. മുഹമ്മദ് കൈക്ക് സുഖമില്ല ഈ പറഞ്ഞത്. അപ്പോൾ മുഹമ്മദ് ഉണ്ട്, നമ്മളെ പ്രിയപ്പെട്ട പുരുഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് ഒരു കൂട്ടായ്മ നമ്മുടെ പഴയ ഓർമ്മകൾ നിലനിർത്താൻ അത്യാവശ്യം വ്രതം വഹിച്ചുകൊണ്ടിരുന്ന പലരും ചില പ്രയാസത്തിലൊക്കെ ആയി. നമ്മുടെ കൂടെ കഴിഞ്ഞ തവണ ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം ശ്രമിച്ച ഇങ്ങനൊരു സംഗമം നമ്മളെ വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിൻ്റെ തുടക്കം കുറിച്ച രാധാകൃഷ്ണൻ നമ്മുടെ കൂടെ ഇപ്പോഴില്ല. അതുപോലെ തന്നെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു അപകടത്തിൽപ്പെട്ടുള്ള പരിക്ക്, അതുപോലെ രാജന്, അങ്ങനെ മിക്കവാറും നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഓരോ പ്രയാസത്തിൻ്റെ ഇടയിലാണ്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മുടെ മനസ്സ് എന്ത് പ്രയാസം ഉണ്ടായാലും സമ്മതിക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥികളായ നമ്മളുടെ ഒത്തൊരുമ തന്നെയാണ്. അതുകൊണ്ടാണ് എന്തുണ്ടായാലും ഇവിടെ നിന്ന് ഞാൻ വന്നിട്ട് പോകുമെന്ന് രഘുത്തമനെ അറിയിക്കാൻ കാരണം നമുക്കിത് നമ്മളുള്ള കാലത്തോളം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയണം. അതിനെല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ സംഗമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക. MBAയിലാണ് പഠിച്ചത്. എൻ്റെ പേര് പ്രീത. പിന്നെ എനിക്ക് 2 മക്കളാണ്. മൂത്തത് മോള് കല്യാണം കഴിഞ്ഞു. മോള് MBBS കഴിഞ്ഞ് PG ചെയ്യുന്നു. മോൻ MBBS കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇൻറ്റേൺഷിപ്പാണ്. എൻ്റെ ഭർത്താവ് ഒരു അധ്യാപകനായിരുന്നു, ഇപ്പോൾ റിട്ടയർഡാണ്. ഞാൻ അടുക്കള ടീച്ചറ്. പിന്നെ ഇക്കലെ റിട്ടയർഡ് ആയത് ഇപ്പോൾ ഒരാൾ എത്തിയിട്ടുണ്ട്, റിട്ടയർഡ് SI നമ്മളെ വീണു. നമ്മളല്ലേ ഇപ്പോൾ ചെറുപ്പം, നമുക്കൊന്നും റിട്ടയർമെന്റ് ഇല്ല. അത് അപ്പോൾ വീണുവാ മറ്റുള്ളവരുടെ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ലേറ്റായി പോയി ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. വളരെ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ ഈ ജനുവരിയിൽ റിട്ടയറായി. ഇപ്പോൾ താമസം പനത്താം പറമ്പിലാണ് താമസം. 2 മക്കളുണ്ട്. ഒരാൾ PG മകളാണ്, അവൾ PGക്ക് കർണാടകയിൽ പഠിക്കുന്നു. മകൻ BTech ജർമ്മനിയിലാണ്, ഇപ്പം ഒരു കൊല്ലം വീട്ടിലുള്ളൂ. പിന്നെ ഭാര്യ ജോലിയില്ല, BEd കഴിഞ്ഞെങ്കിലും അടുക്കള പണി മാത്രമേ ഉള്ളൂ, വേറെ ഇങ്ങനെ എല്ലാവരും കണ്ടത് സന്തോഷം. പറയാൻ ഓക്കെ, എല്ലാവർക്കും അറിയിക്കൂടി നമസ്കാരം. ചൂടിയില്ലേ കതിർപ്പാൽ മണികൾ കനവാർന്ന
ഓർമ്മിക്കാനും പറയാനും ഒക്കെ ഉണ്ടാകുക, കൂടുതൽ ആസ്വദിക്കാനും കഴിയുക ആ കാലഘട്ടത്തിലെ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ അന്നുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഞാൻ രഘുത്തമൻ പാട്ട് പാടുന്നതിനെക്കുറിച്ച് പറഞ്ഞൊരു വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ഒടുക്കവും തുടക്കവും പാടിയ ഒരു പാട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. മുമ്പ് 9ാം ക്ലാസ് ഞാൻ ബി ഡിവിഷനിലാണ്. 9ാം ക്ലാസ് ബിയിൽ പഠിക്കുന്ന സമയത്താണ് സാഹിത്യ സമാജം എന്നൊരു പരിപാടി നമ്മുടെ പിള്ള സാറ് നമ്മുടെ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. എല്ലാ ഇടവിട്ടുള്ള ഒരു ദിവസം, ആഴ്ചയിൽ ഏത് ദിവസം എന്ന് ഓർമ്മയില്ല, ഇടവിട്ടുള്ള ആഴ്ചകളിൽ സാഹിത്യ സമാജം നമ്മുടെ ക്ലാസ് റൂമിൽ നടത്താറുണ്ട്. നമ്മുടെ ആ കാലത്തുള്ള വിദ്യാർത്ഥികളുടെ അവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരു അവസരം എന്ന നിലക്കാണ് അന്ന് പിള്ള സാർ അങ്ങനെ ഒരു പരിപാടി കൊണ്ടുവന്നത്. അവിടെ വെച്ച് കുറേ പാട്ട് പാടുന്നവർ, കഥ പറയുന്നവർ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. എന്നാൽ നിർബന്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റുകയും ചെയ്യും. അവസാനം എന്നെ പാട്ട് പാടാനാണ് മാഷ് നിർബന്ധിച്ചത്. പാട്ട് തുടങ്ങി പകുതിയാകുമ്പോൾ അത് കോമഡിയായി, കാരണം എല്ലാവരും പിന്നെ ചിരിയായിരുന്നു. അപ്പോൾ അതിനുശേഷം അതുമില്ല, പിന്നീട് പാടിയിട്ടുമില്ല, ഒരു പാട്ടും പിന്നീട് പാടിയിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അന്ന് ആ പാട്ട് പാടാത്തതിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു, എന്തുകൊണ്ട് പാടാൻ കഴിയുന്നില്ല എന്നതിനെക്കുറിച്ചൊക്കെ പറയണമെന്ന്. അങ്ങനെ അടുത്ത സാഹിത്യ സമാജത്തിൽ എനിക്ക് തന്നത് പ്രസംഗമാണ്. അതിൽ പ്രസംഗത്തിൽ കുറച്ച് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും കൈയടിച്ചു. അതിനു മുമ്പേ ചെറിയ പ്രസംഗങ്ങളും അതേപോലെ ഈ പ്രബന്ധം എഴുത്ത് മത്സരം പോലുള്ള കാര്യം UP സ്കൂളിൽ നിന്ന് മുതലേ എനിക്ക് ചെറിയ പരിചയമുള്ളതാണ്. ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോയി. ആ രീതിയിലുള്ള പൊതുപ്രവർത്തന രംഗത്തും മറ്റൊക്കെ വന്നപ്പോൾ പ്രസംഗത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏകദേശം എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസമുണ്ട്, പ്രസംഗിക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ അതേപോലെയാണ് ഓരോരുത്തരുടെയും നമ്മുടെയൊക്കെ ആ പഴയ ഇത് ഓർമ്മ വരുന്നുണ്ടോ? അന്ന് 10th B പഠിച്ചവരില്ല ഇവിടെ? 10th B പഠിച്ചവർക്ക് കാര്യം ഓർമ്മ വരുന്നുണ്ടാവും. അതേപോലെ 10th B വേറൊരു പരിപാടിയുണ്ട്, ഇപ്പോൾ ഉണ്ട്, ഞാൻ അത് ശരിക്കും കാണുന്നുണ്ട്. പിന്നെ അപ്പോൾ 10th B വേറൊരു പരിപാടി കൂടി ഉണ്ടായി. സാഹിത്യ സമയത്തോടൊപ്പം തന്നെ ഒരു പൈസ കളക്ട് ചെയ്യൽ, സഞ്ചയികയിലിടാൻ വേണ്ടിയിട്ട് ഒരു പൈസ കളക്ട് ചെയ്യുന്ന പരിപാടി കൂടിയുണ്ട്. ആഴ്ചയ്ക്ക് ഒരു പൈസ, ഒരു 10 പൈസ അങ്ങനെ എന്തോ ആണ്, നമ്മൾ കളക്ട് ചെയ്യും. അതിൻ്റെ ലീഡർ ഞാനായിരുന്നു. ആ പൈസ വാങ്ങിച്ച് കളക്ട് ചെയ്ത് നമ്മളൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് എല്ലാ ആഴ്ചയും ആ പൈസ കൊണ്ടുപോയിട്ട് നമ്മുടെ സഞ്ചയിക എന്ന് പറയുന്ന അതിലേക്ക് ഇടും. അവസാനം ആ പൈസയ്ക്ക് നമ്മൾ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് സമ്മാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലുള്ള പഴയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള ഓർമ്മകൾ പങ്കുവെക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് കഴിയും. ആ ഓർമ്മകൾ ഓരോരുത്തർ പങ്കുവെക്കുക. അങ്ങനെ പങ്കുവെക്കുന്ന സമയത്ത് നമുക്ക് ആ 83-84 കാലഘട്ടത്തിലെ നമ്മുടെ വിദ്യാഭ്യാസ ആ സമയത്തുള്ള ഓർമ്മയിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കും. ഈ സംഗമം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടാകും. ഞാൻ അതിനുവേണ്ടി തയ്യാറാകുന്ന ആളുകളെ ക്ഷണിക്കുക ഉണ്ടായല്ലോ നല്ല രീതിയിൽ. അപ്പോൾ എനിക്കൊന്നും അങ്ങനെ കൂടുതൽ ചെറുപ്പകാലത്തെ കൂടി നല്ല ഓർമ്മകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഓർക്കാറില്ല, എല്ലാം മറന്നു പോലാണ്. നമസ്കാരം. എന്നെ അധികം അറിയായിരിക്കും. എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ടെന്ന് നിൽക്കുന്ന ഒരാളാണ്. അതിന് പുറകിൽ വലിയൊരു സങ്കടം, കണ്ണീര് കുടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ്. എനിക്ക് 2 മക്കളാണ്, ഭർത്താവുണ്ട്. മോന് 33 വയസ്സായി, മോൾക്ക് 29 വയസ്സായി. മോള് ജന്മന കേൾവി പറഞ്ഞൊരു കുട്ടിയായിരുന്നു. എന്നിട്ട് അന്ന് തന്നെ തകർന്നു പോയതാണ്. പിന്നെ ഡോക്ടർമാരുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ 6 മാസം എത്തുമ്പോൾ തന്നെ അവളെ സ്പീച്ച് തെറാപ്പി കൊണ്ടുപോയി. അതുമുതൽ ഒരു 7 വയസ്സ് വരെ സ്പീച്ച് തെറാപ്പി കൊണ്ടുപോയി. അതൊക്കെ അതികഠിനമായ ഒരു സങ്കടം സഹിച്ചുകൊണ്ട് ജീവിച്ച ഒരു കാലമായിരുന്നു. അതിനുശേഷം അവളെ സ്പെഷ്യൽ സ്കൂളിൽ ചേർത്ത് വളയാങ്കോട് 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ച് +2 കാരക്കുണ്ട് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ സ്കൂളിൽ +2 കഴിഞ്ഞ്. +2 89% മാർക്കുണ്ടായിരുന്നു. ഇപ്പം ജോലിയൊന്നുമില്ല, കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, കുട്ടികളായില്ല, ഒരു വിഷമത്തിലാണ്. എന്നാലും കൂടി അവളെ സ്വന്തം കാലിൽ ഇങ്ങനെ എല്ലാം ചെയ്യാനും എന്ത് മെസ്സേജ് വന്നാലും എല്ലാം ചെയ്യാൻ ഒരു പ്രാപ്തിയാക്കിയ ഒരു സന്തോഷം എനിക്കുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പം കല്യാണം കഴിഞ്ഞില്ലെങ്കിലും കൂടി ഒരു കുട്ടികളാകാതെ പ്രയാസം കൂടിയുണ്ട്. അതൊരു വലിയൊരു വിഷമമാണ്. കാരണം നമ്മളെ അത്രക്കും ആഗ്രഹിച്ചൊരു മോനും ജനിച്ചൊരു മോള് ജനിച്ചൊരു നല്ല സന്തോഷിച്ചതാണ്. അപ്പോൾ ഒരു വലിയ വിഷമം. കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ. ഓ എൻ്റെ സുജാത പാട്, നീ അംഗൻവാടി ടീച്ചറല്ലേ? ഞാൻ ഒരു പാട്ട് പാടാം. പുഷ്പപാദുകം പുറത്തു വയ്ക്കുതി നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാനെന്റെ ശില്പ
സുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും ചൈത്ര പത്മദളമണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും ആരേ പാടും ചക്രവർത്തിനി ശാരദേന്ദു കലചുറ്റിലും കനകപാരിജാത മലർപൂവും ശില്പകന്യകകൾ നിന്റെ വീഥികളിൽ രത്നകമ്പളം നീർത്തും കാമമോഹിനികൾ നിന്നെയൻ ഹൃദയ കാവ്യലോക സഖിയാക്കും മച്ചകങ്ങളിലെ മഞ്ജുശയ്യയിൽ ലജ്ജ കൊണ്ടു ഞാൻ മൂടും നിന്നെ മൂടും ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായ അകത്തു വരൂ ചക്രവർത്തിനി. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ ഇന്നു നീലതുലത്തില് നീർപ്പരപ്പിൽ നിയലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുറുമ്പൻ എത്തില ചെല്ലവും തുരത്തിയല്ലോ തലക്കൊടുത്തുള്ളൊരാൾ ചേരത്തും വെത്തില ചെല്ലത്തിലോ ഭൂമിയെ പാടമൂടും അത്രയും വെത്തിലയിട്ടു വെക്കാം കുഞ്ഞിളമ്പാവേ കഥ കേട്ടു മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ ാകെ കുഴപ്പത്തിലായി അവൾ കലത്തേണിക്കുല മുറ്റമടിക്കുല പല്ലും കൂടി തേക്കുലന്ന് മയുടെ മോളെ ഞാൻ നിക്കാകെ കളിച്ചിട്ടാകെ കുഴപ്പത്തിലായി അവൾ കലത്തേണിക്കുല മുറ്റമടിക്കുല പല്ലും കൂടി തേക്കുലന്ന് മുറ്റമടിക്കന ചൂലെടുത്താൾ അവൾ നടന്നുകൊണ്ടുറങ്ങിയിടുന്നേ മുറ്റമടിക്കന ചൂലെടുത്താൽ അവൾ നടന്നുകൊണ്ടുറങ്ങിയിടുന്നേ അവളെ തല്ലാനും പാടില്ല കൊല്ലാനും പാടില്ല നാത്തോന്റെ മോളായി പോയി മയുടെ മോളെ ഞാൻ നിക്കാഹ് കഴിച്ചിട്ടാകെ കുഴപ്പത്തിലായി അവൾ കാലത്തേണിക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂലെന്ന് തങ്ക കൈ നോക്കട്ടെ രേഖ നോക്കി മുഖം നോക്കി ലക്ഷണങ്ങൾ പറയാം ഏയ് തമ്പുരാനെ തമ്പുരാനെ തങ്ക കൈ നോക്കട്ടെ രേഖ നോക്കി മുഖം നോക്കി ലക്ഷണങ്ങൾ പറയാം വയറ്റിൽ നിന്നുണ്ട് കുറുക്കം കാടുന്ന് നടക്കാനോ തീരെ വയ്യ വയറ്റിൽ നിന്നുണ്ട് കുറുക്കം കാടുന്ന് നടക്കാനോ തീരെ വയ്യ ഇന്നലെ മല പോലത്തൊരു മീൻ കൊണ്ടുവന്നിട്ട് നടന്നുറുക്കെവിടെ എടി കുറത്തി മക്കളങ്ങഞ്ചാറില്ലേ കുറവാം എന്നാൽ തലനുറുക്കെവിടെ എടി കുറത്തി നാത്തൂന്മാർ അഞ്ചാറില്ലേ കുറവാം തലനുറുക്ക് മക്കൾക്കും നടന്നുറുക്ക് നാത്തൂന്മാർ എന്നാൽ വാൽനുറുക്കെവിടെ എടി കുറത്തി ഉപ്പുണ്ടോ നോക്കിനേടാ കുറവാം ഉപ്പുണ്ടോ നോക്കാൻ എന്താ വാൽനുറുക്ക് കൂടെ വേണോ കുറത്തി കുറവനിങ്ങനെ അടിക്കയാണെങ്കിൽ കുറത്തിയെ വേറെ നോക്ക് അടിക്കയില്ല ഇനി കുറത്തിയെ മേലിൽ അടിക്കയില്ല ഞാൻ മേലിൽ തമ്പുരാനെ തമ്പുരാനെ തങ്കക്കൈ നോക്കട്ടെ രേഖ നോക്കി മുഖം നോക്കി ലക്ഷണങ്ങൾ പറയാം വന്നിട്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ലേശം താമസിച്ചു പോയത് നിങ്ങൾക്ക് ചായൻ്റെ കടിയാൻ മുൻകൂട്ടി കൊടുത്തു വിട്ടിട്ട്
പിന്നെ എല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മളെ കൂടിയിൽ എല്ലാവരും ഇല്ല, ഒരുപാട് പേര് കുറവാണ്. നമ്മളെ ഗ്രൂപ്പിലുള്ള തന്നെ ഒരുപാട് പേര് കുറവാണ്, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ കുറേ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരുണ്ട്. മറ്റുള്ള എല്ലാവരും കഴിഞ്ഞ് നമ്മളെ ബോട്ട് യാത്രക്ക് കണ്ടതേ ഉള്ളൂ, അതിനുശേഷം കണ്ടിട്ടില്ല. പിന്നെ ഇനി നമ്മളെ പരിപാടികൾ തുടർന്ന് പോട്ടെ. െന്തേ മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ, തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ, മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ പത്തികൾ കണ്ണ കുലുങ്ങില്ലേ കരളിനും കുളമടിച്ചു സമുദ്രം പോലെ കളിഞ്ഞി നദി പൊങ്ങുമ്പോൾ ചക്രവർത്തി നിനക്കു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തി നിനക്കു ഞാനെന്റെ ശില്പഗോ